4 വർഷം കൊണ്ട് ഈ പനത്തടി പഞ്ചായത്തിലും കാസർഗോഡ് ജില്ല മുഴുവനുമായി പല സ്ഥലങ്ങളിലുമായിട്ട് 20,000 കോടി രൂപയിലധികം ചാരിറ്റിക്ക് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തിത്വം. ജനമനസ്സിൽ ഇടം നേടിക്കൊണ്ട് ഉണ്ടായ എൻ്റെ ഇളയ സഹോദരൻ കൂക്കൽ രാമചന്ദ്രൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുനർജനി എന്ന ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ കൂക്കൽ രാമേന്ദ്രേട്ടൻ്റെ ജന്മദിനം വളരെ വിപുലമായ രീതിയിൽ ഇന്ന് കൊണ്ടാടുകയാണ്. വളാന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം അടിക്കടി അക്കാദമിക രംഗത്തും അതേപോലെ തന്നെ അക്കാദമിക ഇതര പ്രവർത്തനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിനകത്തും ജില്ലക്കകത്തും ഏറ്റവും പേര് കേട്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. 75ാം വാർഷികത്തിൻ്റെ അതിൻ്റെ വിപുലമായ രീതിയിൽ അതിൻ്റെ സമാപനവും കൂടി നമുക്ക് ഈ വർഷം അതിൻ്റെ സമാപനവും കൂടി കുറിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനത്തിനകത്ത് ഏറ്റവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുവാൻ വേണ്ടിയിട്ട് കൂക്കൽ രാമേന്ദ്രേട്ടൻ്റെ കുടുംബം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിലും കൂക്കൽ രാമേന്ദ്രേട്ടൻ്റെ കുടുംബത്തോട് പ്രത്യേകമായ നന്ദി, PTA നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഒപ്പം രാമേന്ദ്രേട്ടനെ വളരെ നന്നായിട്ടും ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ 1985 വളാന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു രാമേന്ദ്രേട്ടൻ. ഞാൻ 1991 വിദ്യാർത്ഥിയാണ്. 85 കാലഘട്ടത്തിൽ രാമേന്ദ്രേട്ടൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും ഒക്കെ അവസരം കിട്ടിയ വ്യക്തി എന്ന നിലയിൽ 85 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ മേഖലക്കകത്ത് വളരെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പുരോഗമന പ്രസ്ഥാനത്തിനകത്തും പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തും ഒക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കൂക്കൽ രാമേന്ദ്രേട്ടൻ. പിന്നീട് തൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടും അതേപോലെ ജീവിത പ്രാരാബ്ദങ്ങളുടെയിൽ വിദേശത്തേക്ക് പോവുകയും അങ്ങനെ വിദേശത്തേക്ക് പോയി കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ സമൂഹത്തിനകത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച വളരെ ഉയർന്ന വ്യക്തിത്വമാണ് ശ്രീ കൂക്കൽ രാമേന്ദ്രേട്ടൻ. 2022 അകാലത്തിൽ നമ്മളെ വിട്ടുപിരിയുകയും നമ്മുടെ നാടിനും അതേ പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളാന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടത്തിലും ഇവിടെ വന്നാൽ നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്കൂളിലെ പ്രവേശന കവാടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും ഇവിടെയുള്ള അധ്യാപകരോടും PTA അംഗങ്ങളോടും രാമേന്ദ്രേട്ടൻ ഇവിടെ വന്നാൽ സംസാരിക്കാറുണ്ടായിരുന്നു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ വരുന്ന കാലഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്യാം എന്ന രീതിയിലൊക്കെ വാഗ്ദാനങ്ങൾ നൽകി അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയാണ് ശ്രീ കൂക്കൽ രാമേന്ദ്രേട്ടൻ. ഒരു മിനിറ്റ് പേപ്പറിനാക്കേണ്ട കൂടുതൽ മോനെ അവർക്കൊരു നമുക്ക് അവർക്കുള്ള സ്ഥാനം കൂടുതൽ അതുകൊണ്ടാണ് ചേർന്ന് വെച്ചിരുന്നില്ല. ബന്ധപ്പെട്ട് തന്നെ 10,500 ഭക്ഷണ കിറ്റുകൾ തീരദേശ മേഖലയിൽ ഞങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ 100 കണക്കിന് പേർക്ക് ഭക്ഷണ കിറ്റ് നൽകിയ നേതൃത്വം. മരുന്ന് വിതരണത്തിനായി സ്വന്തം മെഡിക്കൽ ഷോപ്പുകൾ, അമ്മ എന്ന പേരിൽ മാമുങ്കലിൽ ആരംഭിച്ച മെഡിക്കൽ ഷോപ്പ്, 100 കണക്കിന് പേർക്ക് നിർമ്മാർജ്ജന ശസ്ത്രക്രിയക്കായി സഹായം നൽകിയ പ്രവർത്തനങ്ങൾ, 10,000 കണക്കിന് മാസ്കുകൾ, കോവിഡ് നിയന്ത്രണ കാലത്ത് 10,000 കണക്കിന് മാസ്കുകളാണ് അമ്മ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒട്ടനവധി ആശുപത്രികളിൽ വിതരണം ചെയ്തത്.
കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും ഞങ്ങൾ അതിശക്തമായി ഗംഭീരമായി ജനകീയമായി നടപ്പിലാക്കുന്ന അതിഥി കന്നം എന്ന പദ്ധതി, ഒരു ഭക്ഷ്യ വിതരണ പദ്ധതി. തെരുവിൽ അലയുന്ന നൂറുകണക്കിന് മനോവൈകല്യമുള്ളവർക്കും രോഗികൾക്കും ദരിദ്രർക്കും കാസർഗോഡെയും കാഞ്ഞങ്ങാടെയും ഉദുമയിലെയും തെരുവുകളിൽ അലയുന്നവർക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണ പദ്ധതി അതിഥി കന്നം. കുട്ടികളുടെ പ്രൊമോഷനായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് സ്കോളർഷിപ്പ് വിതരണ പദ്ധതി. ഇങ്ങനെ ഒട്ടുമിക്ക പദ്ധതികളിലൂടെ ഞാൻ അനുബന്ധ ആത്മീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നൽകിയ പദ്ധതികളെ കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. അങ്ങനെ ഒരു നാടിൻ്റെ ജീവവായുവായി മാറാനും ആ നാട്ടുകാരെ സ്വന്തം കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിക്കാനും RC എന്ന വലിയ മനുഷ്യന് സാധിച്ചിട്ട് എന്നതിൽ വളരെ സന്തോഷമാണ്. നമുക്കറിയാം, നമ്മുടെ ഐൻസ്റ്റീൻ്റെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, ലോകത്തൊരു കാലം വരും അന്ന് യന്ത്രം മനുഷ്യനെ നിയന്ത്രിക്കും, അന്ന് മുതൽ നമുക്ക് മനുഷ്യനെ നഷ്ടപ്പെടും എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ മനുഷ്യനെ അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും സ്നേഹത്തോട് ചേർത്ത് പിടിക്കാനും തനിക്കുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും മുമ്പിലും പിമ്പിലും കൂടെയും നടന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ RC രാമേന്ദ്രേട്ടൻ. ചികിത്സയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനൊക്കെ തന്നെ വളരെ എനിക്കൊന്നൊരു ഫോൺ കോൾ മാത്രമാണ്, ഒരു കത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് രാമേന്ദ്രനെ നമ്മൾ വിളിക്കുന്നൊരു സാഹചര്യമായിട്ടാണ് ഉണ്ടായിരുന്നത്. കുറേയധികം അത് എത്രയെന്ന് ഒരു പക്ഷേ അറിയാം. ചില കാര്യങ്ങൾ ഞാനിങ്ങനെ കൃഷ്ണനോട് പറയുമ്പം ഒന്ന് വിളിച്ച് നോക്ക്, എന്താണെന്നുള്ളത് അറിയില്ല, സമയം വിളിക്കാൻ ചിലപ്പം സുഖമില്ല. ആ സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് 1 പ്രാവശ്യം ആസ്പത്രിയിലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കൃഷ്ണൻ അറിയുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അന്നപ്പോൾ എടുക്കൂല, ചിലപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 4 കാര്യങ്ങൾ മാത്രമാണ് ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ രാഘവേട്ടൻ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണൻ്റെ അടുത്ത് കുചേലൻ പോയ പോലെ ഒരവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വലിയ ചാരിറ്റി പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ഇന്നിപ്പോൾ വിൻസെൻ്റ് മെമ്പർ ഇല്ല, നമ്മളൊരു വീടിൻ്റെ ഒരു ആവശ്യം, അത് ഒരാവശ്യമായി ബന്ധപ്പെട്ട് ഞാൻ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം തലശ്ശേരിയിലായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ആ സമയത്ത് അവിടെയാണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമുക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ലിസ്റ്റിലുള്ള ആളാണ്. പക്ഷേ അതിനൊക്കെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത് കൊണ്ട് അവർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള രീതിയിലേക്കാണ് ഞാനൊന്ന് വിളിച്ചത്. വിളിക്കുന്ന സമയത്ത് ആസ്പത്രിയിലായിരുന്നു. നോക്കാം പ്രസിഡന്റ്, കുഴപ്പമില്ല, നമുക്കത് ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് അന്ന് വന്നിട്ടുള്ളത്. അതറിയാം, വിൻസെൻ്റ് മെമ്പർക്ക് കൃത്യമായിട്ട് അറിയാം, കാരണം ഞാനും വിൻസെൻ്റ് മെമ്പറും കൂടിയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിൻസെൻ്റ് മെമ്പർക്ക് അടക്കം അറിയാമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ഭാഗം ഒരു പക്ഷേ താഴെത്തട്ടിൽ ഏറ്റവും അവശത അനുഭവിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് പാലിയേറ്റീവ് രംഗത്ത് വലിയ തോതിൽ നമ്മൾ അത് എത്രയെന്ന് ഒരുപക്ഷെ ഇവിടെ കണക്കൊന്നും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, അത്രയധികം കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായി തന്നെ പാലിയേറ്റീവ് മേഖലയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അടക്കം പറഞ്ഞ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അത് സാധാരണ നമുക്കറിയാം, ഒരാൾ മരണപ്പെട്ടാൽ 1 2 വർഷം, അത് എത്ര ആളായാലും ഇല്ല, കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമല്ല കാര്യങ്ങൾ പറഞ്ഞു അത് അവിടെ അവസാനിക്കുന്ന ഒരു തരത്തിലേക്കാണ് പൊതുവെ. അതുപോലെ പ്രശസ്തരായിട്ടുള്ള ആളുകളായി മാത്രം ചിലപ്പോൾ നമ്മളെപ്പോഴും ഓർമ്മിക്കും, അല്ലെങ്കിൽ അത് 1 2 വർഷം കൊണ്ട് അതുകൊണ്ട് തീരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. പക്ഷേ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പുനർജനി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ട്രസ്റ്റിൻ്റെമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ മോനേട്ടൻ സൂചിപ്പിച്ചതുപോലെ വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭാവിയിലും അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു പങ്ക് ഏറ്റവും പാവപ്പെട്ട അശരണായ കുടുംബങ്ങൾക്ക് അവരെ സഹായിക്കുന്നതിന് ആവശ്യമായ ആ മനസ്സ്, അത് പറയാതിരിക്കാൻ വേണ്ടി കഴിയും. കാരണം ഇന്ന് ഒരിക്കലും കാണാൻ വേണ്ടി കഴിയാത്ത ഞാൻ എൻ്റെ കുടുംബം അല്ലെ എൻ്റെ കാര്യം അത് മറ്റുള്ളവർക്ക് എത്രത്തോളമാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ ഒരു സേവന സന്നദ്ധത തീർച്ചയായിട്ടും അറിയിച്ചിട്ടുള്ളത്. അത് എത്ര അഭിനന്ദിച്ചാലും ആ കുടുംബത്തെ പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അത് ഭാവിയിൽ അവരും അവരുടെ കുടുംബാംഗങ്ങളും അത് കൃത്യമായി തന്നെ തുടർന്നു പോകുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷവും അഭിമാനവും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഒന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം
ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ആഘോഷം ഒരുപക്ഷെ പുനർജനി 2024 പേരിട്ടുകൊണ്ട് നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികളെ അനുമോദിക്കുന്നതിന് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നതിനും വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം നമ്മുടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി നമ്മുടെ സ്കൂളുകളൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ പോവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി നമുക്കറിയാം ഒരുപക്ഷെ ദേശീയ തലങ്ങളിൽ അടക്കം വളരെ ശ്രദ്ധയാകർഷിക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം നമ്മുടെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ 75 പരിപാടികൾ പൂർത്തീകരിച്ച് അടുത്ത് തന്നെ നമുക്കിതിൻ്റെ സമാപന ചടങ്ങ് അടക്കം ബഹുമാനപ്പെട്ട മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒന്നിനൊന്ന് വ്യത്യസ്തമായി വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം കുട്ടികളും ഒന്നിനൊന്ന് ഒരുപക്ഷെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്കൂളിലെ കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കാനും ഇന്ന് ഈ അനുമോദന ചടങ്ങിൽ കിട്ടുന്ന കുട്ടികൾ ഇവിടെ നേരത്തെ മോനടനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അവർ പഠിച്ച് ഭാവിയിൽ ഇതേപോലെ സാമൂഹ്യ രാഷ്ട്രീയ വിവിധ ഡോക്ടറും എഞ്ചിനീയറും IPS ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയി മാറുന്ന എല്ലാവരും നമുക്കറിയാം. ഇനി എത്ര നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും അതേപോലെ ആവില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ കൃത്യമായ രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഏതൊക്കെ അവസ്ഥയിലും എത്രത്തോളം ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെട്ടാലും നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തെ അവരവരുടെ വീടിൻ്റെ അല്ലെ നമ്മുടെ പ്രദേശത്തിൻ്റെ ചുറ്റുപാടിലുള്ള താഴെത്തട്ടിലുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ അവർ വ്യത്യസ്തമായ രീതിയിലാവാം. അത് വീടാവാം, ചികിത്സയാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി സംബന്ധമായി അങ്ങനെ എല്ലാ ജോലിയൊന്നും കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷെ അവരെ ഏത് രീതിയിലാണോ നമുക്ക് സഹായിക്കാൻ വേണ്ടി കഴിയുന്നത് ആ രീതിയിൽ സഹായിക്കുന്നതിന് കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരു മാതൃകാപരമായി തൻ്റെ സഹജീവികളോട് കാണിക്കുന്നതിന് ആവശ്യമായ സംവിധാനത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കാരണം മറ്റു കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യാതിഥി ദയാബായി അമ്മ വളരെ വിശദമായി തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കും. അത് കേൾക്കാൻ നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഈ സമയത്ത് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ആരെ മുഷിപ്പിക്കുന്നില്ല. വീണ്ടും എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുത്തുള്ള മുഴുവൻ ആളുകളെയും ഊഷ്മമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് മനോഹരമായ സന്തോഷകരമായ ചടങ്ങിനാണ് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി പ്രിയ ദയാബായി അമ്മയുടെ നേതൃത്വത്തിലുള്ള ആദ്യമായി തന്നെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന പൂക്കളുടെ ആത്മീയന്ദ്രൻ്റെ ആ ഓർമ്മയെ ഞാൻ ശിരസ്സു നമിക്കുന്നു. ഇവിടെ എനിക്ക് സംസാരിക്കണമെങ്കിൽ ഇവിടെ വേറെ ആരും അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. ഞാനിവിടെ ഇരുന്ന് വീക്ഷിക്കായിരുന്നു. കുട്ടികളെ നിങ്ങൾ ഓരോ മിനിറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നത്. നിങ്ങളെപ്പോലെ ഇവിടെ കളിച്ച് പഠിച്ച് നടന്ന ഒരാൾ ഏത് നിലയിലാണ് എത്തിയത്, എത്ര പേർക്ക് ആശ്വാസമായി ജീവിതം കൊടുത്തു, സഹായം കൊടുത്തു എന്നൊക്കെ കേൾക്കുന്ന എന്ത് ധന്യമായ ഓർമ്മയായിരിക്കും. അങ്ങനെയുള്ള ഒരവസരം കിട്ടുമ്പോൾ ആ സമയം അത് വളരെ വിലമതിപ്പാണുള്ളതായിട്ട് കരുതി ഇത് നിങ്ങൾക്ക് കേൾക്കാനും ഈ അനുഭവങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേസ്റ്റഡ് യുവർ ടൈം, നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു. അത് തിരിച്ചു വരികയില്ല. ഇവിടെ ഇരുന്ന് പല്ലിടിച്ച് കളിച്ച് ചാടുന്ന അതിന് നിങ്ങൾക്ക് വേറെ സമയമുണ്ട്. കുട്ടികളെ ഞാനൊക്കെ നിങ്ങളുടെ പ്രായത്തിൽ മോഹിച്ചിട്ടുണ്ട് സ്റ്റേജിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാൻ. അന്നൊന്നും ഇതുപോലെ അവസരങ്ങളില്ലായിരുന്നു. വല്ലതുമുള്ളത് പുസ്തകങ്ങൾ വായിച്ചാണ്, ഒരാണ്ടിൽ ഒരു ആനിവേഴ്സറി. പക്ഷെ നിങ്ങൾക്ക് ധാരാളം അവസരമുണ്ട്. പ്ലീസ് യൂസ് ഇറ്റ് പ്രോപ്പർലി. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഒരുപാട് നഷ്ടം നിങ്ങൾക്കാണ്. പരസ്പരം സംവദിക്കാനും ചിരിക്കാനും കളിക്കാനും നിങ്ങൾക്ക് വേറെ സമയമുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഇവിടെ ജീവിച്ച്
പഠിപ്പിച്ചിട്ട് ഇന്ന് ഇവിടെ എത്തി. അതിന് കാരണം ഓരോ അവസരങ്ങളും ശരിക്കും ഉപയോഗിച്ചു. നല്ലൊരു സെൻസിറ്റിവിറ്റി, കാണാനും കേൾക്കാനും ഫീൽ ചെയ്യാനും ഉള്ളൊരു കഴിവുണ്ടായി. അത് ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഓരോ വാക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ് അത് വരുന്നത്. സോ ദയവേത് അവസരങ്ങൾ ഉപയോഗിക്കുക. ഞാൻ ഇനി അധികം നീട്ടി പറയുന്നില്ല. ഇതൊരു ശകാരമല്ല, ഇത് നിങ്ങൾക്ക് ഉള്ളൊരു സൂചനയാണ്. ഇന്നെല്ലാവരും എനിക്ക് എന്ത് കിട്ടും എന്ന് ഉപയോഗിച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഞാൻ NSS ക്യാമ്പിൽ പഠിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കും കുട്ടികളോട്, അവരെന്താണ് ആഗ്രഹം? അടിച്ചു പൊളിക്കുക. ഈ ജീവിതം അടിക്കാനും പൊളിക്കാനും മാത്രമല്ല, ജീവിതം ജീവിക്കാനാണ്. ആ ജീവിക്കുക എന്ന് പറയുന്നത് ചുറ്റുവട്ടമുള്ളത് എല്ലാം ശരിക്കും അനുഭവിക്കുക, കാണുക, കേൾക്കുക, ഫീൽ ചെയ്യുക, എന്നിട്ട് അതിനോട് പ്രതികരിക്കുക. നല്ല രീതിയിൽ ചിരിക്കാനോ കളിക്കാനോ ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ അതർ ഓറിയൻ്റായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ശരിക്കും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നൊരു സ്വരം വരും. അതാണ് ഇന്ന് നമ്മൾ ഓർക്കുന്ന ഈ വിശിഷ്ട വ്യക്തി ചെയ്തത്. അത് മറ്റുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചാലേ അത് വരുള്ളൂ. ഇല്ലെങ്കിൽ നോ, ഫിനിഷ് യുവർ ലൈഫ്. മനുഷ്യരൊരു മനുഷ്യ സമൂഹമാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇനി എന്നെപ്പറ്റി ആർക്കും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് വീട്ടിലും പലതും ശരിയല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഓർത്തു ഞാൻ കാസർഗോഡിൻ്റെ അമ്മയെന്നുള്ള ഒരു നാടകം ചെയ്യുക. പക്ഷെ അത് അങ്ങോട്ടില്ല. അതിന് പകരം ഞാൻ ഇങ്ങനെയായതെന്ന് പറയാം. ഞാൻ പ്രണയിച്ചു. ഒരു പ്രണയത്തിൽ പെട്ടുപോയാണ് ഞാൻ ഇങ്ങനെയായത്. പക്ഷെ ആ പ്രണയം തുടങ്ങിയത് 3 വയസ്സുള്ളപ്പോൾ. 3 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ 2 ഇരട്ട കുട്ടികളെ മമ്മയുടെ വീട്ടിൽ നിന്ന് അന്നത്തെ കൊച്ചി രാജ്യത്ത് നിന്ന് വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഞാൻ കൂടുതലും പപ്പായുടെ കൂടെയായിരുന്നു കിടന്നുറങ്ങുന്നത്. പപ്പ ശരിക്കൊരു ഗാന്ധിയനായിരുന്നു. അന്നത്തെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇന്ന് പറഞ്ഞാൽ 11th സ്റ്റാൻഡേർഡ് 6th ഫോം പാസ്സായി. പക്ഷേ ജയിലിൽ ഒത്തിരി കിടന്നു. ശരിക്ക് ഗാന്ധിയനായിട്ട് ജീവിച്ച ഒരാളായിരുന്നു. വീട്ടിലെ എല്ലാ സ്വത്തുണ്ടെങ്കിലും സിമ്പിളായി. ആ പപ്പായുടെ മടിയിലിരുന്ന് ഞാനൊരു കഥ കേട്ടു. പപ്പ ഇങ്ങനെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥ പറഞ്ഞ അന്ന് എനിക്ക് 3.5 വയസ്സേ ഉള്ളൂ. ഗാന്ധി അപ്പൂപ്പൻ കോട്ട് വലിച്ചൂരിയെറിഞ്ഞിട്ട് ഒരു മുണ്ട് കൊടുത്ത് ഒരു പുതപ്പും പൊതിച്ച് തടി കൊണ്ടുള്ള ചെരുപ്പുമിട്ട് ഇങ്ങനെ പാവങ്ങളായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് നടന്നു മറിയുന്ന ഒരു ജീവിതം. അവിടെയാണ് എനിക്ക് പ്രണയം തുടങ്ങുന്നത്. ഗാന്ധിയോടല്ല, ആ ജീവിതം എന്തൊക്കെയോ വലിച്ചൂരി എറിഞ്ഞിട്ട് ഒരു പുതിയ ലോകം, പുതിയ ആളുകൾ, വളരെ താഴ്ന്ന നിലയിലുള്ളവർ, അവരുടെ ഇടയിലേക്ക് നടന്നു മറയുന്നു. അവിടെ തുടങ്ങിയ പ്രണയമാണ്. അത് പല രൂപത്തിൽ അതെങ്ങനെയാണ് എൻ്റെ പ്രണയം ശരിക്കും സാക്ഷാത്കരിക്കണമെന്ന് അന്നൊന്നും പ്രണയം എന്ന് അറിയത്തില്ല. പക്ഷേ ഒരാവേശം, ഒരു മോഹം എനിക്കിപ്പോഴും മനസ്സിൽ കാണാൻ. പപ്പായുടെ ആ കഥ പറച്ചിലും അന്ന് എൻ്റെ മനസ്സിൽ കൂടെ പോയ ആ കാര്യങ്ങൾ അന്ന് അതുപോലെ എന്തൊക്കെയോ ആണെന്ന് ഞാൻ മോഹിച്ചു. പിന്നെ ഇത് വളരുന്നതാണ്. ഒരു സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴേ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോഴേ വായിക്കുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതമൊക്കെ സ്വാധീനിക്കാൻ തുടങ്ങി. ഈ വഴിയിൽ പോകണം. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാറ് റാണി ലക്ഷ്മിയെ പറ്റി വളരെ ഡ്രമാറ്റിക്കായിട്ട് പഠിപ്പിച്ചു. അധ്യാപകർക്ക് ഒരു നല്ല റോളുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ എൻ്റെ അധ്യാപകർക്ക് അതിന് നല്ല പങ്കുണ്ട്.
ആ സാറ് പറഞ്ഞത് ഈ റാണി കുട്ടിയെ പുറത്ത് വെച്ച് കെട്ടി ഒരു കുതിരപ്പുറത്ത് കയറി കുതിരയെ ഓടിച്ച് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് അവിടെയുള്ള സ്ത്രീകളെ ഒന്നിച്ചു കൂട്ടി ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് നിൽക്കാൻ ഒരു ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. അന്ന് മോഹിച്ചു. ഞാനൊരു ശരിക്കൊരു പൊട്ടിയാണ്. അന്നേരം ഓർത്ത ഒരു കുതിര കിട്ടിയാലല്ല ആകും. ഇത് മനസ്സിലിങ്ങനെ കണ്ടു. വൈകുന്നേരം പപ്പ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ ഒരു കുതിര വേണം. ഓർക്കുന്ന ഒരു കുതിരയെ കിട്ടിയപ്പോൾ എല്ലാവരും പൊട്ടത്തല്ല. പക്ഷേ ഞാനിത് പറയാൻ കുട്ടികളായ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ചെറുപ്പകാലത്തിൽ മോഹിച്ചാൽ, സ്വപ്നം കണ്ടാൽ, ദൃഢമായിട്ട് ആഗ്രഹിച്ചാൽ അത് സാധിക്കും. അന്ന് പപ്പ എന്നോട് പറഞ്ഞത്, ഇന്നെന്താ കുതിരയെ കണ്ടിട്ട് പോലുമില്ല, പടങ്ങളിലല്ലാതെ. എന്നോട് പറഞ്ഞു, പുസ്തകം കാണിച്ചു. സാധനങ്ങൾ ആ സ്കൂളിൽ ഞങ്ങളുടേതായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയ സ്കൂളാണ്. മനസ്സ് നിങ്ങൾക്ക് വരുമെങ്കിൽ നല്ലത് വരട്ടെ. പിന്നെ ആ അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം അത് നിലച്ചു പോകാതെ ഇങ്ങനെ ഏറ്റെടുത്ത് ആ കുടുംബം മുഴുവനും ഒന്നിച്ചു നിന്ന് ഇന്നും അത് തുടരാൻ കഴിയുന്നതും ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ പ്രത്യേകമായിട്ട് അനുമോദനം. ഇന്ന് ലോകത്തിനാവശ്യം ഈ അതറുകയും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കേൾക്കാനും കാണാനും വികാരങ്ങളും മനസ്സിലാക്കാനും പറ്റുന്ന നല്ല മനുഷ്യർ, നല്ല ജീവിത ലക്ഷ്യമുള്ള മനുഷ്യർ. അത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ലക്ഷ്യബോധം കൂടെ വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെൻഡിങ് ഒക്കെ ഒരു തെറാപ്പി സെൻറ്റർ തുടങ്ങി. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ സഹായത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അമ്മ തന്നെ നമുക്ക് നട്ടു നൽകുന്നതാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ചിഹ്നമായി ഈ മരം വളരട്ടെ. അതിൻ്റെ നിഴലിൽ അമ്മയുടെ സ്നേഹവും നന്മയും നമുക്ക്. ആദിത് ദിവാകരൻ ഒരു നല്ല കയ്യടി കൊടുക്കോ. അടുത്തതായിട്ട് അഭിനവ് ജെ. ഈ കുട്ടികൾ ഭൂരിഭാഗവും നമ്മുടെ വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് +2 +1 ചേർന്ന് എന്ന സന്തോഷകരമായ വാർത്ത കൂടി ഇവിടെ ഷെയർ ചെയ്യുകയാണ്. പ്രഫിൻ എം, അമൽരാജ് നല്ല കൈയടി. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളാണ്, നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആദികിരൺ പി നായർ, അമൽ രാജീവ് വി, മെൽവിൻ ജോൺസ്. കുട്ടികൾ ഇവിടെ എത്തിയില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അസാന്നിധ്യത്തിൽ അവാർഡ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഭിനവ് സിയ. കുട്ടികൾ അവാർഡ് വാങ്ങിയപ്പോൾ, അമ്മയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയപ്പോൾ ഒരു ഫോട്ടോ കൂടി നിൽക്കണമെന്ന്, അത് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് വൈഷ്ണവി എം പി. ശ്രീനന്ദ ടി. വൈഷ്ണവി എം പി. വൈഷ്ണവിയുടെ പേരന്റാണ്, അമ്മയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുശേഷം ശ്രീനന്ദ ടി. ജോബിയ ജോണി. മീരാരാജ് കെ.
മൃദുല കെ, മൃദുല. മൃദുല കെ. മീര കൃഷ്ണ, മീര കൃഷ്ണ. അഞ്ജന ലക്ഷ്മി എസ്, അഞ്ജന ലക്ഷ്മി. അനുഷ എം പി, അനുഷ അഭിരാമി ടി എസ്. ആവണി ഓക്കെ, ആവണി ഓക്കെ. മിഥിന കെ, മിഥിന കെ. ജസ മറിയ മാത്യു, ജസ മറിയ മാത്യു. ജർമിയ ബെൻ ഡാനിയൽ, ജർമിയ ഇപ്പോൾ കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജിലാണ് പഠിക്കുന്നത്. ഇവിടെ വരില്ല. ദേവികായം, ദേവികായം. ഒരു നല്ല പേര് എല്ലാവരും. ഒരു വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ തികച്ചും താല്പര്യം കാണിക്കാത്ത വിദ്യാർത്ഥി, ക്ലാസ് മുറിക്ക് പുറത്ത് മനുഷ്യ ജീവിതത്തിൽ വലിയ താല്പര്യം കാണിച്ച വ്യക്തി, അതായിരുന്നു രാമേന്ദ്രൻ. എപ്പോഴും താൻ അധിവസിക്കുന്ന സ്ഥലത്ത് കലഹിച്ചും സമരം ചെയ്തും തൻ്റെ ആശയങ്ങൾ എപ്പോഴും ജനങ്ങളിൽ എത്തിക്കാൻ സദാ ജാഗരൂകനായിരുന്നു രാമേന്ദ്രൻ. രാമേന്ദ്രൻ പലപ്പോഴും സ്കൂളിലെ ക്ലാസ് മുറിക്ക് പുറത്ത് നാട്ടിലെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇവിടെ നിൽക്കുന്ന രാമേന്ദ്രൻ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് താഴെ എത്തി രാവിലെ കുട്ടികളെ കയറ്റാൻ പോയ ബസ് തടയും, ഒറ്റയ്ക്ക് പോയി തടയും. പിന്നെയാണ് ഞങ്ങളൊക്കെ എത്തുക. ആ ബസ് തടഞ്ഞ് എന്തുകൊണ്ട് കുട്ടികളെ കയറ്റിയില്ല എന്ന് അന്വേഷിച്ച് വേണ്ടി വന്നാൽ ആ ബസ് അരമണിക്കൂറാണ് പിടിച്ചിരുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കുപിത യുവാനം. നമുക്കറിയാം 70-80 കാലഘട്ടം എന്ന് പറയുന്നത് കോളേജുകളും സ്കൂളുകളും കുപിത യൗവനത്തിന്റെ കാലഘട്ടമാണ്. മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ വസന്തത്തിന്റെ ഇടിമുഴക്കമായിരുന്നു ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കൂടി ആ കലാലയ ജീവിതത്തിലൂടെ കടന്നുപോയ രാമേന്ദ്രൻ ജീവിതത്തിൽ പിന്നീട് കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ജീവിതത്തിന്റെ വഴിത്താരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. രാമേന്ദ്രൻ ഒരിക്കലും ഒരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങാൻ മനസ്സ് വരാത്ത, പ്രവൃത്തി ഒതുക്കാത്ത ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം ഒരു 6 വർഷം മുമ്പ് അദ്ദേഹത്തിനെ ഞാൻ കാണുമ്പോൾ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. ആ ബിസിനസ് മാഗ്നറ്റ് അതിന്റെ സുഖസൗകര്യങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് മാത്രം ഒതുക്കാതെ തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും തൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്കും മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ ഗുണം കിട്ടണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ. വിപ്ലവഭീതിയുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ പോയത് ഈ പ്രകൃതിയെ എത്രമാത്രം ഹരിതാഭമാക്കാൻ വേണ്ടി കഴിയും, ഈ പ്രകൃതിയുടെ പച്ചപ്പ് ഇവിടുത്തെ സകല ജീവജാലങ്ങൾക്കും തുണയേകണം, തണൽ നൽകണം എന്ന രീതിയിൽ ഒരു അമ്മയുടെ വാത്സല്യം, ഒരു ചാരിറ്റി ട്രസ്റ്റിന്റെ തലവാചകം തന്നെ അമ്മാനി. അതിന്റെ പ്രതീകം തന്നെയാണ് നാടിന്റെ അമ്മയായി ഇതിലൂടെ ദയാബായി അമ്മയെ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. നമുക്ക് അദ്ദേഹം ഈ സ്കൂളിൽ നടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നാട്ടില് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഓരോ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നത് വൃക്ഷത്തൈകളാണ്, വേറൊന്നുമല്ല. നമുക്കറിയാം ഒരു വൃക്ഷം 100 പുത്രനേക്കാൾ ഗുണം ചെയ്യും സമൂഹത്തില്. അതാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ മനുഷ്യന്റെ ഓർമ്മയും അദ്ദേഹത്തിന്റെ പ്രവർത്തികളും ഈ നാടിന് എക്കാലം ഓർമ്മ നൽകുന്ന തണലായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സഹപാഠി എന്ന രീതിയിൽ, സതീർത്ഥ്യൻ എന്ന രീതിയിൽ ഞാൻ ഓർക്കുന്നു കീറ്റ്സിന്റെ വിഖ്യാതമായ 2 വരികൾ. Fade far away, dissolved and empty. Amongst the leaves have never known. കീറ്റ്സിന്റെ ഈ വരികൾ ഇതും
മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ആതുരമായ അവസ്ഥയെ കൂടി കണക്കാക്കി എല്ലാം ഓർമ്മകളിലൊരു പുനർജനി എന്നാണ് പരിപാടിയുടെ പേര്. ഉപയോഗിച്ചതിനെ പോലുള്ള മഹത്തരമായ എഴുത്തുകാർ പറഞ്ഞിരിക്കുന്ന പുനർജനി തന്നെയാണ്. എല്ലാം പുനർജനിയാണ്. പുനർജനിയുടെ തുടർച്ചയായ മഴ, അനന്തമായ സാഗരം പോലെ ജീവന്റെ കണിയ വീണ്ടും നമ്മളിലൂടെ യഥേക്ഷം അത് നിറഞ്ഞ് തണലായി മറ്റുള്ളവർക്ക് മാർഗദർശിയായി ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.